93-ലാണ് നമ്മൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്ന് വെച്ചാൽ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന ഒരു കുഞ്ഞു റൂം ഒന്ന് തുടങ്ങി. പിന്നീട് നമ്മൾ ഹോം കെയർ തുടങ്ങി. പിന്നെ നമുക്ക് OP ആയിട്ടൊക്കെ വന്നു. OP ആയി വന്നിട്ടാണ് പിന്നെ ഹോം കെയർ പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞു 2003-ലാണ് IP ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത്. തുടക്കകാലത്ത് പേഷ്യൻ്റ് കെയർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം അവിടെ പല ട്രെയിനിങ്ങുകളും വന്നു. ഡോക്ടേഴ്സിനുള്ളത്, നേഴ്സസിനുള്ളത്, പിന്നെ അതുപോലെ തന്നെ വോളണ്ടിയേഴ്സിൻ്റെ ട്രെയിനിങ് അങ്ങനെയൊക്കെ വന്നു. പിന്നെ ഫുട് പ്രിൻറ്റ്സ് പറഞ്ഞിട്ട് പാരാപ്ലീജിയ പേഷ്യൻസിനുണ്ടാവുന്ന റിഹാബിലിറ്റേഷൻ ക്യാമ്പുകൾ, അങ്ങനെ ഒരു പ്രോജക്റ്റ് അങ്ങനെ വരുന്നു. പിന്നെ SIPC സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് അവർ വരുന്നു. അങ്ങനെ എന്താ പറയുക, പടിപടിയായിട്ട് ശരിക്കും പാലിയേറ്റീവ് കെയർ എന്നുള്ള ആ ഒരു പ്രസ്ഥാനമായി രൂപപ്പെടുക ചെയ്യുന്നത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ എത്രയോ പാലിയേറ്റീവ് കെയർ സെൻ്ററുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 90 അടുത്ത് സബ് സെൻ്ററുകളുണ്ട്. എല്ലാ ജില്ലകളിലുമുണ്ട് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളായിട്ട് വരുന്നു. പിന്നെ അതുപോലെ തന്നെ ശരിക്കും കുട്ടികളെന്ന് പറയുന്നത് വളർന്നു വരുന്ന കുട്ടികളിലേക്ക് പാലിയേറ്റീവ് കെയർ എത്തുന്നതും അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു എന്താ പറയുക ഇൻപുട്ട്, അവരും എത്രമാത്രം രോഗികളെ കാണുന്നുണ്ട്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അവരെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവരുടെ പിന്നെ റോ മെറ്റീരിയൽസ് അവരുടെ വീട്ടിലെത്തിക്കാനോ, അതുപോലെ തന്നെ അവർക്ക് അവരുണ്ടാക്കുന്ന പ്രൊഡക്ട്സ് എക്സിബിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ അവർക്കൊന്ന് ഒരു കടൽ കാണാൻ പോകണം, അപ്പോൾ ഒന്ന് ബീച്ച് കൊണ്ടുപോകാനും അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ അത് ശരിക്കും ഈ കുട്ടികളായിട്ടുള്ള വോളണ്ടിയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന. പിന്നെ നമ്മുടെ അവിടെ ക്യൂരിയോസൊക്കെ നടക്കുമ്പോൾ ശരിക്കും അവരുടെ ആ ഒരു എന്താ പറയുക, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് പാലിയേറ്റീവ് കെയർ എന്നുള്ള ആ ഒരു പ്രസ്ഥാനം വളർന്ന് ഇനിയും ഒരുപാട് ദൂരം വളരാനുണ്ട്. അല്ല, ഞാൻ ഇപ്പോൾ ഏപ്രിൽ 30 വിരമിച്ചു. പക്ഷെ അതിന് ശേഷവും എനിക്ക് ഒഴിവുള്ള സമയങ്ങളിൽ ഞാൻ പോകുന്നുണ്ട്. എനിക്കിപ്പോഴും അങ്ങനെ വിരമിച്ചു എന്നങ്ങനെ എന്താ പറയുക, അങ്ങനെ മാനസികമായിട്ട് ഞാൻ അങ്ങനെ പോകുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് പോകാൻ താല്പര്യമുണ്ട്, എനിക്ക് പോവാം. പക്ഷേ എനിക്കിപ്പോൾ ഒരു ദിവസം പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും പോയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഞാൻ പോകും. ഇപ്പോൾ എനിക്ക് എൻ്റെ പേരക്കുട്ടീൻ്റെ വീട്ടിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ അവളുടെ കൂടെയും കുറച്ച് ദിവസം കൂടെ ഇരിക്കണം. അതും ഒരു പാലിയേറ്റീവ് കെയർ തന്നെയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വരും. എനിക്ക് പറ്റുന്നിടത്തോളം പാലിയേറ്റീവ് കെയറുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. അതും ഇല്ലാത്ത ഒരു അവസ്ഥ എന്നുള്ളതൊരു വല്ലാത്തൊരവസ്ഥയാണ്. വെച്ചാൽ അത് പറ്റില്ല എന്നാണ് തോന്നണേ. നമ്മുടെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സത്യത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നമ്മളിങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ കൂടുതലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു, എനിക്ക് വയ്യ, അങ്ങനത്തെ ഒരു ഇതായിരിക്കും. നേരെ മറിച്ച് നമ്മൾ എന്തിലെങ്കിലും നമ്മൾ എൻഗേജ്ഡ് ആവുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് വരുമ്പോൾ ശരിക്കും നമ്മളുടെ ആരോഗ്യം അത്രയും പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വരും. ഇപ്പോഴും നമുക്ക് തന്നെ പാലിയേറ്റീവ് കെയർ വേണ്ടി വരും. ആ ഒരവസ്ഥയിലേക്ക് എത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കും വേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ വരാം ഏതൊരാൾക്കും. അത് പറയുമ്പോഴേ നമ്മൾ ഈ വോളണ്ടിയർ ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോഴേ ഓരോരുത്തർക്കും നമ്മൾ വിചാരിക്കുന്നത് അടുത്തുള്ള ആൾക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണല്ലോ. അതിന് വേണ്ടിയിട്ടാണല്ലോ വോളണ്ടിയർ ട്രെയിനിങ് എന്നുള്ളത് ഉണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അങ്ങനെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്നുള്ളൊരു ഫീഡ്ബാക്ക്, അയ്യോ എൻ്റെ സിസ്റ്ററെ അന്ന് ആ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നതുകൊണ്ട് ഇപ്പോൾ നല്ല ഗുണമുണ്ട്. കാരണം എൻ്റെ വീട്ടിലിപ്പോൾ എൻ്റെ അച്ഛൻ കിടപ്പിലാണ്, എൻ്റെ അച്ഛനെ എങ്ങനെയൊക്കെ നോക്കാം എന്നുള്ളത് കുറേ കാര്യങ്ങൾ നമുക്കന്ന് പഠിച്ചത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താ പറയുക, നമ്മളുടെ കുടുംബത്തിലാണെങ്കിലും നമ്മളുടെ അയൽപ്പക്കത്താണെങ്കിലും നമ്മളുടെ സമൂഹത്തിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതൊരാൾക്കും പാലിയേറ്റീവ് കെയർ ഏതൊരു കുടുംബത്തിലും വേണ്ടി വരും, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞങ്ങളുടെ അനുഭവത്തിൽ
അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം പലപ്പോഴും ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ വീടുകളിൽ പോയിട്ട് ഹോം കെയർ കാണുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. കാരണം അവർ എത്രമാത്രം വീട്ടിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ ഫാമിലി സ്റ്റിഗ്മ, സോഷ്യൽ സ്റ്റിഗ്മ. ഞാനൊക്കെ മനസ്സിലാക്കിയിരുന്നത് ഈ HIV AIDS പോലുള്ള അസുഖങ്ങളൊക്കെയാണ് പൊതുവെ ഒരു സ്റ്റിഗ്മ എന്നുള്ള ഒരു ഇത് കണ്ടിരിക്കുന്നത്. പക്ഷേ ക്യാൻസർ വന്ന പേഷ്യൻസിൻ്റെ വീട്ടിലും അങ്ങനെയുണ്ട്. കാരണം അവരൊക്കെ അറിയാത്തത് കൊണ്ടാണ്, അല്ലാതെ മനഃപൂർവ്വം അല്ല. എന്ന് വെച്ചാൽ അച്ഛന് അസുഖം വന്നിട്ടുണ്ടാവും, അമ്മയ്ക്ക് അസുഖം വന്നിട്ടുണ്ടാവും, ഇനി മക്കൾക്കും വന്നാലോ എന്നുള്ള ചിന്ത. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും അങ്ങനെ അവരെ അകറ്റി നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അയൽപ്പക്കക്കാരും അതുപോലെ തന്നെയാണ്. അയൽപ്പക്കത്തുള്ളവർ വരുന്നില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് പിന്നെ ഒരു ഭക്ഷണം കൊടുത്താൽ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് വെള്ളം എടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ രോഗം പകർന്നാലോ എന്നുള്ള പേടി. പിന്നെ അതോടൊപ്പം തന്നെയാണ് എന്താ പറയുക, ഇപ്പോൾ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ മറ്റ് ഈ രോഗികളുമായിട്ട് അടുപ്പിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ കല്യാണം ആ വീട്ടിൽ നിന്ന് പെൺകുട്ടീനെ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് പിന്നെ കൊടുക്കുന്നില്ല. അതുപോലെയുള്ള സ്റ്റിഗ്മയൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു നല്ല ശതമാനം അത് കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു അനുഭവത്തിലുള്ളത്. കാരണം അതിന് പ്രധാന കാരണം ആ ഒരു അവെയർനെസ് തന്നെയാണ്. എന്ന് വെച്ചാൽ വോളണ്ടിയേഴ്സ് ധാരാളം വരുന്നു, വോളണ്ടിയർ ട്രെയിനിങ് എടുക്കുന്നു, രോഗികളെ കാണുന്നു, പിന്നെ അവരുടെ വീട്ടിൽ വോളണ്ടിയേഴ്സ് അവരുടെ വീടുകളിൽ പോവുകയും ഞാൻ പറഞ്ഞു, ഒരു വീട്ടിൽ ഒരു വോളണ്ടിയറെങ്കിലും ഉണ്ടാവുക എന്നുള്ളത്, ഒരു പാലിയേറ്റീവ് കെയർ ട്രെയിനിങ് എടുക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഒരു വീട്ടിലെ ഒരാളെങ്കിലും. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ നേരത്തെയൊക്കെ പിന്നെ MBBS പഠിക്കുന്നവർ, അങ്ങനെ ഉള്ളവർക്ക് പാലിയേറ്റീവ് കെയറിൽ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവർക്ക് പിന്നെ കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ശരിക്കും എന്താ പറയുക, പാലിയേറ്റീവ് കെയർ എന്നുള്ളത് എന്താണെന്നുള്ളത് പഠിച്ചു വരുന്ന ആ ഒരു തലമുറയ്ക്ക് തന്നെ കിട്ടേണ്ടതാണ്. അങ്ങനെ പോസ്റ്റിംഗ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നേഴ്സിംഗ് കോളേജിൽ നിന്ന് കുട്ടികളെ വിടുന്നുണ്ട്, അവിടെ പാലിയേറ്റീവ് കെയർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ അനസ്തേഷ്യ PGs ആണെങ്കിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നുള്ളവർ, ഇങ്ങനെയുള്ള ഡോക്ടേഴ്സൊക്കെ തന്നെ ഇപ്പോൾ പാലിയേറ്റീവ് കെയറിലേക്ക് വരുന്നുണ്ട്. പിന്നെ അവർ സ്വയം തന്നെ പാലിയേറ്റീവ് കെയർ ട്രെയിനിങ്ങിനായിട്ട് വരുന്നുണ്ട്. നമുക്കൊരു 6 വീക്സിൻ്റെ കോഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് അവർ പാലിയേറ്റീവ് കെയർ ട്രെയിനിങ് എടുക്കുന്നുണ്ട്. പിന്നെ ഡിപ്ലോമ, ഫെലോഷിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ശരിക്കും വളർന്നു വരുന്ന തലമുറ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഇടപഴകാനും. പക്ഷെ അതിലൊന്ന് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിനെക്കുറിച്ച് കിട്ടി ചിലപ്പോൾ അവർക്ക് നല്ല ഓപ്ഷൻ വരും. എന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് ആണെങ്കിലും അവർക്ക് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക ചുറ്റുപാടെന്നൊക്കെ വെച്ചിട്ട്, പക്ഷേ അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു ഡോക്ടർ ഏതൊരു ലെവലിൽ പോയിട്ടുണ്ടെങ്കിലും അവരുടെ ആ ഒരു കാഴ്ചപ്പാടിൽ നല്ല മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതല്ല, ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ. വോളണ്ടറി ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് പിന്നെ ഒരു ഡോക്ടർ ഉഷ ഉണ്ട്, പിന്നെ ഒരു ഇന്ദിര മേഡം ഉണ്ട്. ഇന്ദിര മേഡമൊക്കെ നല്ലോണം എന്താ പറയുക, ആരോഗ്യസ്ഥിതി വളരെ ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് പോലും ശരിക്കും അവിടെ വോളണ്ടറി ആയിട്ടൊക്കെ വരാറുണ്ട്. ഡോക്ടേഴ്സ് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഈ കൊറോണയൊക്കെ ആയതിന് ശേഷമാണ് കുറച്ചൊന്ന് അതിൽ അതിപ്പോൾ പിന്നെ മെഡിക്കൽ കോളേജ് പീഡിയാട്രിക് HOD ഉണ്ടായിരുന്ന ലുലു മാഡം ഒക്കെ ഇപ്പോഴും വോളണ്ടറി ആയിട്ട് തന്നെയാണ് നമ്മളുടെ അവിടെ വരുന്നതും അക്കാഡമിക് കാര്യങ്ങളൊക്കെ നോക്കുന്നതും പേഷ്യൻസിനെ കാണുന്നതും ഒക്കെ. അത് ശരിക്കും വോളണ്ടിയറായിട്ട് വരുന്ന ഡോക്ടേഴ്സ് ഉണ്ട്.